ബലൂർ മഗ്നയെ പിടികൂടാനുള്ള ഊർജിത ശ്രമങ്ങൾ ദൗത്യസംഘം തുടരുകയാണെങ്കിലും മാനന്തവാടിയിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല. കൊലയാളി ആനയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നതാണ് ആവശ്യം. വയനാട്ടിൽ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് മുൻ MLA CK ശശീന്ദ്രൻ പ്രതികരിച്ചു. അജീഷിന്റെ മരണം നടന്ന് നേരത്തോട് നേരമായിട്ടും കൊലയാളി ആനയെ കണ്ടെത്താൻ വനംവകുപ്പിനായിട്ടില്ല. ആന കാട് കയറിയെന്ന വനം മന്ത്രിയുടെ പ്രസ്താവന നാട്ടുകാരെ പ്രകോപിപ്പിച്ചു. പടമല, ചാലിക്കയം ഭാഗങ്ങളിൽ പുലർച്ചെയും ആന ഉണ്ടായിരുന്നെന്നും കാട് കയറാൻ നേരമായിട്ടില്ലെന്നും നാട്ടുകാർ തറപ്പിച്ചു പറഞ്ഞു. ഇത് അങ്ങനെ പോയിട്ടുണ്ടെന്നുള്ള യാതൊരു വിശ്വാസമില്ല നമുക്ക്. കാരണം കഴിഞ്ഞാൽ ഇവിടെ 10:30 ഇതിലെ ആന ഇറങ്ങി പോയിട്ടുണ്ട്. ഇവിടെ പുറ സൈഡിലുള്ള വീടിന്റെ സൈഡിലുള്ള വാഴയും ചവിട്ടി പിടിച്ചിട്ട് പുറ സൈഡ് വരെ ആന ഇറങ്ങി പോയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടതാണ്. ഇതിനിടെ ചേലൂർ മണ്ണുണ്ടി വനമേഖലയിൽ ബേലൂർ മഗ്നിയുണ്ടെന്ന് വിവരം ലഭിച്ചു. ആനയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ആനേനെ കാട് കയറ്റാനല്ല, ആനേനെ മയക്കോട് വെച്ച് ഇവിടുന്ന് പിടിച്ച് കൊണ്ടുപോകാനാണ് ഇന്നലെ ഓർഡർ ഇട്ടിരിക്കുന്നത്. ആനേനെ ഇവർ അടുത്ത് ഇങ്ങോട്ട് ഫോറസ്റ്റിലേക്ക് കയറ്റി വിട്ടിട്ട് കാര്യമില്ല, തിരിച്ചിങ്ങോട്ടാണ് വരുന്നത്. കാട് കയറ്റി വിട്ടാൽ ആന വീണ്ടും നാട്ടിലിറങ്ങുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുൻ MLA CK ശശീന്ദ്രൻ പറഞ്ഞു. വയനാട്ടിൽ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടേണ്ടതുണ്ട്. ആനയെ കാട് കയറ്റാതെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന ആവശ്യത്തിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. ആദിവാസികളും കർഷകരും അടങ്ങുന്നൊരു വലിയ ജനസാമാന്യം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ജീവൻ മരണ പോരാട്ടത്തിൽ സർക്കാരും വനംവകുപ്പും ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെ. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രക്കൊപ്പം റിപ്പോർട്ടർ VS രഞ്ജിത്ത് ഇൻ റിപ്പോർട്ടർ, വയനാട്.